ഒരു ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ജോലി പോകാൻ നഷ്ടപ്പെടാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് ക്ലിയർ ആയിട്ടുള്ള ഒരു വൃത്തിയായിട്ടുള്ള പോർട്ട്ഫോളിയോ ഇല്ലാത്തത് കൊണ്ടാണ്. സോ നിങ്ങളൊരു ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു, ബ്രോ എങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഇടാമോ എന്നുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു കില്ലർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ടുള്ള ടിപ്സാണ്. സോ യു വാച്ചിങ് ഡിസൈൻ വിത്ത് വിജ്വൽ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So the first question is, what is a creative portfolio? ഒരു ക്രിയേറ്റീവ് പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് വർക്ക്സ് ആണ്. നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക്സിൻ്റെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ്. അത് ആ പോർട്ട്ഫോളിയോ നോക്കുന്ന സമയത്ത് നമ്മളുടെ പ്രാക്ടിക്കൽ എബിലിറ്റീസ് എന്താണ്, നമ്മുടെ സ്കില്ലുകൾ എന്താണെന്നൊക്കെ ഒരു വ്യക്തിക്ക് മനസ്സിലാവും. അത് ആര് തന്നെ ആയിക്കോട്ടെ നോക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. സോ ഇതാണ് പോർട്ട്ഫോളിയോ. ഈ വീഡിയോനെ നമ്മൾ 3 സെക്ഷനാക്കി ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ, അതിൽ ഏത് പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽസ് ഓഫ് എ പോർട്ട്ഫോളിയോ ആൻഡ് തേർഡ് ഈസ് 8 ഗോൾഡൻ റൂൾസ് ടു ബിൽഡ് എ പോർട്ട്ഫോളിയോ. സോ ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്സ് ആണ്. അപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. സോ നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ഒന്ന് ഓൺലൈനും രണ്ടാമത്തേത് ഓഫ്ലൈനുമായിട്ട് മാറ്റാം. അപ്പം ഈ ഓൺലൈൻ പോർട്ട്ഫോളിയോയിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് ഓഫ്ലൈൻ പോർട്ട്ഫോളിയോനെ പറയാം. ഓഫ്ലൈൻ പോർട്ട്ഫോളിയോന് പിന്നെയും നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്, ഒന്ന് സോഫ്റ്റ് കോപ്പി ആൻഡ് ഒന്ന് ഹാർഡ് കോപ്പി എന്നുള്ളത്. അപ്പം ഓഫ്ലൈൻ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എവിടെയാണ് നമുക്ക് ആവശ്യം വരിക? ഓഫ്ലൈൻ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ നമ്മളൊരു കമ്പനിയിലേക്ക് കയറുന്ന സമയത്ത് ആ കമ്പനിക്ക് നമുക്ക് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പം ഓഫ്ലൈൻ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഹാർഡ് കോപ്പിയെക്കുറിച്ച് പറയുന്ന സമയത്ത്, ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് ഒരു ബുക്ക് പോലെയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളുടെ എല്ലാം ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുത്ത ശേഷം അതിനൊരു ബുക്ക് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഫയൽ രൂപത്തിൽ നമ്മൾ ആക്കി മാറ്റുന്നതിനെയാണ് നമ്മളൊരു ഹാർഡ് കോപ്പി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോഫ്റ്റ് കോപ്പി എന്ന് പറയുകയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു PDF, നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക്സിനെല്ലാം നിങ്ങളൊരു PDF ആക്കിയ ശേഷം നിങ്ങൾക്കൊരു ക്ലയൻറ്റ് വന്നു, ആ ക്ലയൻറ്റിന് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് സോഫ്റ്റ് കോപ്പിയാണ്. ഇത് രണ്ടും ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്, ഓഫ്ലൈനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇനി ഓൺലൈൻ പോർട്ട്ഫോളിയോയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരുപാട് ഓൺലൈൻ പോർട്ട്ഫോളിയോ സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല പോർട്ട്ഫോളിയോ സൈറ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത് ബിഹാൻസ് ആണ്. പിന്നെ ഡ്രിബിൾ ഉണ്ട്, അതുപോലെ തന്നെ അഡോബിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് പോർട്ട്ഫോളിയോസ് ഓൺലൈനായിട്ട് ഡെവലപ്പ് ചെയ്യാം. അത് നമ്മൾ ജസ്റ്റ് ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. നേരത്തെ തന്നെ നമ്മൾ നമ്മുടെ വർക്ക്സ് അതിൽ അപ്ലോഡ് ചെയ്ത് വെക്കും, ശേഷം ഈ ഒരു ലിങ്ക് മാത്രം അയച്ചു കൊടുത്താൽ മതിയാവും. ഇതല്ലാതെ ഓൺലൈൻ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ തന്നെ ചെയ്യാം. ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങളുടെ ഫയൽസ് അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക് നിങ്ങൾക്ക് വരുന്ന ക്ലയൻറ്റിന് അയച്ചു കൊടുക്കാം. അങ്ങനെയും നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ പോർട്ട്ഫോളിയോസ് എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി റിമോട്ട് ആയിട്ടുള്ള വർക്കുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന ഓൺലൈൻ പോർട്ട്ഫോളിയോ കൂടുതലായിട്ടും ആവശ്യമായിട്ട് വരിക. ഇതിൽ ഏത് പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ചിലപ്പോൾ 2 പോർട്ട്ഫോളിയോസും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഞാൻ പറയുകയാണെങ്കിൽ 2 പോർട്ട്ഫോളിയോ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് പാർട്ട്, ഫണ്ടമെന്റൽസ് ഓഫ് എ പോർട്ട്ഫോളിയോ. ഫണ്ടമെന്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോയിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ 4 കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക്സ് ആണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും അവിടെ പബ്ലിഷ് ചെയ്യുക. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്. നിങ്ങൾ മുൻപ് ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്, അവരുടെ എൻഡോഴ്സ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അതാണ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന ഒരു ഇമെയിൽ IDയും അതുപോലെ ഒരു വാട്സപ്പോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എബൌട്ട്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഉദാഹരണം ഒരു ബ്രാൻഡ് ഡിസൈനറാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിസൈനറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഏജൻസി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ എബൌട്ട് അതിൽ ഉൾപ്പെടുത്തേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ സോഫ്റ്റ്വെയർസിൽ സ്കിൽഡ് ആണെന്ന് കൂടെ. ഇപ്പം കോറൽഡ്രോ അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ലുണ്ട്, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ്, കോണ്ടന്റ് റൈറ്റിംഗ് പോലുള്ള സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ഇതും ഈ പറയുന്ന എബൌട്ടിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ വീഡിയോയുടെ 3ാമത്തെ പാർട്ടിലേക്ക് വരികയാണ്. ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഈ പറയുന്ന 8 കാര്യങ്ങൾ, 8 ഗോൾഡൻ റൂൾസ് എന്ന് ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഈ 8 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പോർട്ട്ഫോളിയോയിൽ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നല്ലൊരു പോർട്ട്ഫോളിയോ ആയിട്ട് മാറും. അതിൽ ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് യുവർ ബെസ്റ്റ് എന്നുള്ളതാണ്. ഒരു പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വർക്ക്സും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ക്ലയൻറ്റിന് കൊടുക്കുന്ന സമയത്ത് ഈ ക്ലയൻറ്റ് നിങ്ങൾ 100+ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് അവിടെ കണ്ടില്ല
കണ്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ കൺഫ്യൂസ്ഡ് ആകും, ഒരു പക്ഷേ നിങ്ങൾ ലീവ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിഹാൻസിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്ഷൻ ആയിട്ട് ഒരു ഫോൾഡർ എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിലും ഫോൾഡർ ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല, പക്ഷേ നിങ്ങൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. കാറ്റഗറി എന്നുള്ള വാക്കാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ലോഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, പോസ്റ്റർ അല്ലെങ്കിൽ ഫ്ലയർ, ബിസിനസ് കാർഡ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ നിങ്ങളുടെ ഒരു ക്ലയൻറ്റ് നിങ്ങളോട് പറയുകയാണ് അവർക്ക് ബിസിനസ് കാർഡാണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൾഡറിലെ ലിങ്ക് മാത്രം അയച്ചു കൊടുത്താൽ മതി, അവർക്ക് ബാക്കിയുള്ളതൊന്നും കാണേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വർക്കുകൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് മോക്കപ്സ് എന്നുള്ളതാണ്. ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട്, ചുമ്മാ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഗോ ആയിട്ട് തന്നെ കാണിക്കും. അങ്ങനെ കാണിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ക്ലയൻറ്റിന് നമുക്കറിയാം ഈ ലോഗോ ഫിസിക്കൽ വേൾഡിൽ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന നിലയ്ക്ക് നമുക്കറിയാം, പക്ഷേ അത് ആ വ്യക്തിക്ക് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളൊരു ഫുഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതൊരു പാക്കേജിംഗ് നിങ്ങൾ വെച്ച് കാണിച്ചു കൊടുക്കണം, ആ ലോഗോ ഒരു കപ്പിൽ നിങ്ങൾ വെച്ച് കാണിച്ചു കൊടുക്കണം, ഹാറ്റ് ഉണ്ടെങ്കിൽ ഹാറ്റ്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ ആ ലോഗോ പ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ലോഗോ എന്നുള്ളതല്ല, മോക്കപ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും മോക്കപ്സ് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുക. അത് കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷനെ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നതാണ്. സോ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ എന്നുള്ളതാണ്. നിങ്ങൾ ഓഫ്ലൈനായിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വയ്ക്കാൻ ശ്രമിക്കുക. അത് പല സിറ്റുവേഷനിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി നാലാമത്തെ പറയുകയാണെങ്കിൽ മേക്ക് ഇറ്റ് നോട്ടീസബിൾ എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ആദ്യത്തെയും അവസാനത്തെയും, ആദ്യത്തെ 1-2 അതുപോലെ അവസാനത്തെ 1-2 വർക്ക്സ് നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുക. അപ്പം നമ്മൾ എക്സാം പേപ്പർ കറക്റ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് ആയാലും ആദ്യത്തെയും അവസാനത്തെയും നല്ല രീതിയിൽ നോക്കുമെന്ന് നമ്മളോട് പറയാറുണ്ടല്ലോ. സോ അപ്പം ആദ്യത്തെയും അവസാനത്തെയും ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വർക്ക്സുകൾ ആദ്യവും അവസാനവും പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫിഫ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് യുവർ വർക്ക് സ്പീക്ക്. നിങ്ങൾ കുറേ ക്ലെയിംസ് നടത്തുന്നതിന് പകരം നിങ്ങളുടെ വർക്ക്സ് കാണുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ ഒരു ഇംപ്രഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള വർക്കുകൾ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള വർക്കുകൾ വേണം അവിടെ ഇടാനായിട്ട്. അവർക്കൊരു ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഇല്ലെങ്കിൽ അവർ പോകും, അവർക്ക് ആവശ്യമില്ലാത്ത ആളെയാണ്, അവർക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങൾ ലീവ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസിങ് ദ റൈറ്റ് ഫോമാറ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഏത് ഫോമാറ്റിൽ വേണം എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു സാധാരണ ക്ലയൻറ്റ് വന്നു, ആ ക്ലയൻറ്റിന് EPS ഫോമാറ്റിലുള്ള ഒരു, നിങ്ങൾ PDF പകരം EPS ഫോമാറ്റിലുള്ള ഒരു സാധനം അല്ലെങ്കിൽ AI ഫോമാറ്റിലുള്ള ഒരു സാധനം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ ഏത് ഫോമാറ്റിലാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫോമാറ്റ് എന്നുള്ളത് കൊണ്ട് വേറൊരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ബുക്ക് കവർ ഡിസൈൻ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സോപ്പ് കവർ ഡിസൈൻ ചെയ്യാണ്. ഈ ബുക്ക് കവർ വളരെ എംബോസ്ഡ് ആയിട്ടുള്ള ലെതറി ടൈപ്പ് ആയിട്ടുള്ള ഒരു ബുക്ക് കവറാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് മോക്കപ്പിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, അത് റിയൽ ആയിട്ട് കാണുമ്പോൾ ഒരു ഫീൽ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് വാങ്ങിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊരു ഓൺ സൈറ്റ് ആയിട്ട് ഒരു ജോബിന് പോകുന്ന സമയത്ത് ഈ സാധനം കയ്യിൽ കൊണ്ടുപോയി അവർക്ക് കാണിച്ചു കൊടുക്കുക, ഇത് ഞാൻ ചെയ്ത വർക്കാണ്, ഇത് ഇങ്ങനെയാണ് ഉള്ളത്, ഇതാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി ഇംപ്രസ്ഡ് ആവും. അങ്ങനെയുള്ള ഫിസിക്കൽ വർക്കുകൾ ആരും അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ല, കുറവാണ് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ആഡഡ് ബെനിഫിറ്റ് തന്നെയാണ്. അപ്പം അതിന് നമുക്കൊരു പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിൽ പറയാം. അല്ലാതെ ഓൺലൈനായിട്ടും ഈ പറയുന്ന പേജസ് റിലേറ്റഡ് ആയിട്ടൊരു ബുക്ക് പോലെയുള്ള സാധനം മാത്രമല്ല പോർട്ട്ഫോളിയോ, ഇങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എന്നുള്ള രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. 7th റൂൾ എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മൊത്തത്തിൽ നിങ്ങളുടെ വർക്ക്സിന് ഒരു തീം കൊടുക്കുക എന്നുള്ളതല്ല, അത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ വർക്കുകളെല്ലാം ഒരേ കളറിലും ഒരേ തീമിലും ഒരേ സ്റ്റൈലൊക്കെ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു പോർട്ട്ഫോളിയോയ്ക്ക് ഒരു തീം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇതിനോടൊപ്പം പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ തീർച്ചയായിട്ടും വേരിയസ് സ്റ്റൈലിലുള്ള വർക്കുകൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഒരു ഫ്ലയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫ്ലയർ എല്ലാം ഒരേപോലെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൽ പ്രത്യേകിച്ച് യൂണിക്നെസ് ഒന്നുമില്ല. എല്ലാ ഫ്ലയേഴ്സിലും എന്തെങ്കിലും വ്യത്യസ്തത കാണണം, ഒരേ സ്റ്റൈലല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഫോണ്ടുകൾ, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലുകൾ കാണണം. അതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള വർക്ക്സുകൾ, ലോഗോ, മോക്കപ്പ് ഡിസൈൻ, ബിസിനസ് കാർഡ്സ്, ഫ്ലയേഴ്സ്, പ്രോഡക്റ്റ് ഡിസൈൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം. അല്ല നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ്, ഇപ്പോൾ നിങ്ങളൊരു ബ്രാൻഡ് ഡിസൈനർ തന്നെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലോഗോകൾ മാത്രമാണെങ്കിൽ ലോഗോ മാത്രം എന്നുള്ള രീതിയിൽ ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ വർക്കുകളും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക. പലരും ചെയ്യാത്തൊരു കാര്യമാണ്. ഇന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും അതിലൊരു വർക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന വർക്കുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഒരു നല്ല ക്വാളിറ്റിയാണ്. ആളുകൾ നോക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ പോസ്റ്റ് ഡേറ്റ് ഒക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് കാണുന്ന സമയത്ത് മനസ്സിലാവും അപ് ടു ഡേറ്റ് ആയിട്ട് റെഗുലറായിട്ട് വർക്കുകൾ ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇനി എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? വേഗം പോയിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക. ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി എല്ലാവരും ഹയറൊക്കെ ചെയ്യപ്പെടട്ടെ. ഓൾ ദി വിഷസ് ഫോർ യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.